കാണും ഞാൻ. ഞാൻ ഉണരുമ്പോൾ ഭാഗ്യമുള്ളോർ നിശ്ചയം എൻ്റെ യാത്രയുടെ അന്ത്യം ഇന്നലേക്കാൾ അടുപ്പം. എൻ്റെ യാത്രയുടെ അന്ത്യം ഇന്നലേക്കാൾ അടുപ്പം. ജഡത്തിൻ സുഖം ഇപ്പോളല്ല സമയം. സ്വന്ത നാട്ടിൽ ദൈവമുഖം കാണുകയത്രേ വാഞ്ചിതം. സ്വന്ത നാട്ടിൽ ദൈവമുഖം കാണുകയത്രേ വാഞ്ചിതം. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു. അപ്പോഴും നാം സ്നേഹിച്ച് നമ്മെ സ്നേഹിച്ച പ്രിയ നരിക്കുമാമ കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ 10:50 താൻ പ്രിയം വെച്ച കർത്താവിന്റെ സന്നിധിയിലേക്ക്, വേദനകളില്ലാത്ത രോഗങ്ങളില്ലാത്ത ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടിരിക്കുകയാണ്. വളരെ ആരോഗ്യത്തോടെ ചുരുക്കത്തോടെ ഓടി നടന്ന അമ്മാമ പെട്ടെന്ന് നമ്മെ വിട്ടുപോയപ്പോൾ നമുക്ക് താങ്ങുവാൻ കഴിയാത്ത വേദന നമുക്കുണ്ടെങ്കിൽ ദൈവവചന പ്രകാരം തന്നിരിക്കുന്ന ഉറപ്പും പ്രത്യാശയുമായി കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. ഈ ഭൗതിക ശരീരം അധിക സമയം ഇങ്ങനെ നമുക്ക് വെക്കുവാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ തന്നെ എല്ലാ ശുശ്രൂഷകളും ചെയ്യേണ്ടത് ആവശ്യമാണ്.
ഇപ്പോൾ നമുക്ക് ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. നാം എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ പുരേജി സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പ്രിൻസ് പാസ്റ്റർ ഇപ്പോൾ പ്രാർത്ഥിക്കുകയും അതിനുശേഷം ഈ ഭൗതിക ശരീരം അമ്മാമ ഈ പാർത്ത ഭവനത്തിൽ നിന്ന് എന്നേക്കുമായി യാത്ര പറഞ്ഞ് ഭവനാങ്കണത്തിലേക്ക് ഇറക്കി മൊബൈൽ മോർച്ചറിയിലേക്ക് വെക്കുന്നതായിരിക്കും. അവിടെ വെച്ചായിരിക്കും പിന്നീടുള്ള ശുശ്രൂഷകൾ നടക്കുന്ന ഓർപ്പിക്കുന്നു. എല്ലാവരെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. ദൈവദാസൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞങ്ങളുടെ പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുത്തെ നാമത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. അവിടുത്തെ ദാസിയെ തിരുസന്നിധിയിൽ വിളിച്ചു ചേർക്കാൻ അവിടുത്തേക്ക് പ്രസാദം തോന്നിയതിന് നന്ദി. കർത്താവേ, അത് സംഭവിച്ച ആ സമയം മുതൽ ഈ സമയം വരെ മുന്നോട്ടുള്ള കാര്യങ്ങളെല്ലാം പരിശുദ്ധാത്മാവ് തന്നെ അവിടുന്ന് ഗൈഡ് ചെയ്തു. കുടുംബാംഗങ്ങളുടെ മേൽ പകർന്നുള്ള ദൈവിക സമാധാനങ്ങൾക്കും എല്ലാ പ്രത്യാശയ്ക്കും അവരുടെ ഹൃദയത്തിനകത്ത് ദൈവം നൽകുന്ന വലിയ ആശ്വാസത്തിനും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയാണ്. ഒരു ഭവനത്തിന് വേണ്ടി ദീർഘനാളുകളായി പ്രിയമുള്ളവർ ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു. കർത്താവേ, ഇങ്ങനെ ഒരു നല്ലൊരു ഭവനം നിൻ്റെ മക്കൾക്ക് ദൈവം അവിടുന്ന് ദാനമായി നൽകി. അതിനകത്തും ചില ദിവസങ്ങൾ പാർപ്പാൻ അവിടുത്തെ ദാസിക്ക് ദൈവം കൊടുത്ത ഭാഗ്യത്തെ പദവികൾക്ക് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയാണ്. ആമേൻ. കർത്താവേ, ഈ ഭൗതിക ശരീരം ഈ ഹാളിനകത്ത്, ഈ വീടിനകത്ത് ഞങ്ങൾ വെച്ച് ദൈവത്തിന് നന്ദി പറയുകയും മുമ്പോട്ടുള്ള ശുശ്രൂഷകളെ കർത്താവ് ആദരിക്കുകയും ചെയ്യേണ്ടതിന് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ കർത്തൃദാസന്മാർക്കായി സ്തോത്രം. പരനേ നിന്നെ കാണാൻ എനിക്കധികം കൊതിയുണ്ടേ. പരനേ നിന്നെ കാണാൻ എനിക്കധികം കൊതിയുണ്ടേ. പരനേ നിൻമുഖം കണ്ടു കൊതി തീരാനുണ്ടെനിക്കാശ. കണ്ടു കൊതി തീരാനുണ്ടെനിക്കാശ. പരനേ നിന്നെ കാണാൻ എനിക്കധികം കൊതിയുണ്ടേ. ശുദ്ധരല്ല ഗീതം പാടും തൻ്റെ വരവിൽ. ശുദ്ധരല്ല ഗീതം പാടും തൻ്റെ വരവിൽ. ആർത്തും ഘോഷിച്ചും ആനന്ദവല്ലഭനെ എതിരേൽപ്പാൻ. ആത്മാവ് തന്നവങ്കിലേക്ക്, ശരീരം മണ്ണിലേക്ക്, ഓർമ്മകൾ അതെന്നും മനസ്സിലേക്ക്. ആത്മാവ് കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ 10:50 താൻ പ്രിയം വെച്ച കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടു. ചില മണിക്കൂറുകൾക്കുള്ളിൽ, ചില മിനിറ്റുകൾക്കുള്ളിൽ ഈ ശരീരം മണ്ണിലേക്ക് ചേർക്കപ്പെടുന്നു. പക്ഷേ ആ നിഷ്കളങ്കമായി നമ്മെ സ്നേഹിച്ച, ഒരു കളങ്കമില്ലാതെ നമ്മെ സ്നേഹിച്ച മറിയക്കുട്ടി മാമയുടെ നല്ല ഓർമ്മകൾ അതെന്നും മനസ്സിൽ നിൽക്കുന്നതാണ്. തിരുവചനം തരുന്ന എല്ലാ പ്രത്യാശയാലും എല്ലാവരെയും കർത്താവ് നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും IPC ശാലയം സഭയുടെ മുഴുവൻ കുടുംബങ്ങളുടെയും ദുഃഖവും പ്രത്യാശയും പങ്കുവെച്ച് ഞങ്ങൾ പ്രിയമാതാവിനെ യാത്ര അയക്കുന്നു.
തുടർന്നുള്ള ശുശ്രൂഷകൾക്കായി ഞാൻ ദേവദാസന്മാരെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട മുൻ MLA ജോസഫ് പുതുശ്ശേരി സാർ കടന്നു വന്നിട്ടുണ്ട്. ചില വാക്കുകൾ സാർ സംസാരിക്കും. അതിനുശേഷം കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ മാത്യു ഡേവിഡ്, അതിനുശേഷം കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ മാത്യു തോമസ്, ഒടുവിലായി കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സാംബി ജോസഫ് ശുശ്രൂഷകൾ നേതൃത്വം നൽകും. കർത്താവ് സഹായിക്കട്ടെ. വന്ദരായ കർത്തൃദാസന്മാരെ, ബന്ധുമിത്രാദികളെ, പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട ഈ മാതാവിൻ്റെ ദേഹവിയോഗത്തിലുള്ള ഹൃദയപൂർവമായ അനുശോചനം ഞാനും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. എനിക്ക് മുമ്പ് സംസാരിച്ച പാസ്റ്റർ സൂചിപ്പിച്ചതുപോലെ ഇങ്ങനെ ഒരു അപകട മരണം ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ എല്ലാ മനസ്സിൽ കടന്നു വരാം. എന്നാൽ നടക്കേണ്ടതുപോലെ നടക്കുന്നു എന്നുള്ളതിനപ്പുറത്ത് ഒരു സമാധാനം നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. ദൈവഹിതത്തിന് കീഴ്പ്പെടുക മാത്രമേ നമുക്ക് കരണീയമായിട്ടുള്ളൂ എന്നുള്ളതാണ് ഇതുപോലെയുള്ള സന്ദർഭങ്ങളൊക്കെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഒരമ്മയെന്ന് പറയുമ്പോൾ, അതുപോലെ പ്രാർത്ഥന മനുഷ്യയായി ജീവിച്ച ഒരു മാതാവെന്ന് പറയുമ്പോൾ എത്രമാത്രം വിലപ്പെട്ട ഒന്നാണ് നമുക്ക് നഷ്ടപ്പെടുന്നതെന്ന് നമുക്ക് തോന്നാം. അമ്മയുടെ മരണം ഏറെ വിലപ്പെട്ടതാണ്, ഏറെ വേദന ഉളവാക്കുന്നതാണ്. കാരണം എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും തന്നിലേക്ക് തന്നെ ഒതുക്കി ആരോടും പരിഭവമില്ലാതെ പരാതിയില്ലാതെ ഒരു കുടുംബത്തെ കെട്ടുപണി ചെയ്യുന്ന മഹനീയ ശുശ്രൂഷയാണ് അമ്മമാർ നിർവഹിക്കുന്നത്. അതാണ് പാസ്റ്റർ ഇവിടെ സൂചിപ്പിച്ചത്. ഇന്നലെ വരെ ഈ കുടുംബത്തിന് വേണ്ടി കരഞ്ഞ ഒരമ്മയാണ് ഇവിടെ ചൊല്ലുന്നത് എന്ന് പാസ്റ്റർ പറഞ്ഞ എത്ര അർത്ഥവത്തായ വാക്കുകളാണ്. നിശ്ചയമായും അത്തരത്തിലൊരമ്മ ഇവിടെ ചൊല്ലുമ്പോൾ അതിൻ്റെ വേദന ഏറെയാണ്. എന്നാൽ ക്രിസ്തീയ ജീവിതം പ്രത്യാശയിൽ ചുറ്റപ്പെടുത്തിയിട്ടുള്ളതാണ്. ആ പ്രത്യാശയോടുകൂടി പ്രിയ മാതാവിനെ യാത്രയാക്കാൻ ദുഃഖാർത്ഥരായ കുടുംബാംഗങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇമ്പങ്ങളുടെ പ്രതീക്ഷയിൽ നമുക്ക് ഒരുമിച്ച് കാണാവുന്ന വലിയ പ്രത്യാശ ദുഃഖാർത്ഥരായ കുടുംബാംഗങ്ങളെ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഹൃദയപൂർവ്വമായ അനുശോചനം ഞാൻ അറിയിക്കുന്നു. തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ ചായൻ കുഞ്ഞുങ്ങൾ, ദൈവസഭ, വലിയവനായിരിക്കുന്ന ദൈവം ധൈര്യപ്പെടുത്തട്ടെ, ആശ്വസിപ്പിക്കട്ടെ എന്ന് വീണ്ടും ഓർപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസവും വാത്സല്യ ഭവനത്തിൽ കടന്നു വന്ന് ദൈവവചനം ശുശ്രൂഷിപ്പാനും വാത്സല്യ അമ്മാമ്മയെക്കുറിച്ചുള്ള സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ കർത്താവ് സഹായിച്ചു. പ്രിയമ്മാമ്മയുടെ മരണം കഴിഞ്ഞ് ഏതാണ്ട് 1 മണിക്കൂർ കഴിയുമ്പോൾ സെൻട്രൽ പാസ്റ്റർ എന്നെ വിളിച്ചിട്ട് നെടുങ്ങാടപ്പള്ളി ശാലേം സഭയിലെ അമ്മാമ്മ ഇതുപോലെ നിത്യതയിൽ പ്രവേശിച്ചിരിക്കുന്നു. ആ സമയം ഉപവാസ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ചേർന്ന് ആ നിമിഷം തന്നെ പ്രാർത്ഥിക്കുവാനിടയായി. കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചതുപോലെ എൻ്റെ ഹൃദയത്തിൽ അപ്പോൾ കടന്നു വന്ന വചനം, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്ന് മുൻപിലുള്ളതിനെ ആഞ്ചും കൊണ്ട് ക്രിസ്തുയേശുവിൻ്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. ആ വേദാംശം ഉച്ചരിച്ചുകൊണ്ടാണ് പ്രാർത്ഥിച്ചത്. പ്രിയമമ്മ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ വന്നു. തനിക്ക് ലഭിച്ച ആത്മീക കാഴ്ചപ്പാടുകൾ കർത്താവിന് വേണ്ടി അധ്വാനിക്കണം എന്നുള്ളതായിരുന്നു. മരണത്തിൻ്റെ നിമിഷങ്ങൾ വരെയും തന്നാൽ ആവോളം ഓടുകയും തൻ്റെ ഉള്ളിൽ ലഭിക്കപ്പെട്ട രക്ഷയുടെ സന്ദേശം അനേക ഹൃദയങ്ങളിൽ പകരുവാനും അനേക ഭവനങ്ങളിൽ പ്രാർത്ഥിക്കുവാനും അനേകരെ നിത്യതയിൽ എത്തിക്കുവാനും സർവകൃപാലുവായിരിക്കുന്ന ദൈവം പ്രസാദിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ സമയമായപ്പോൾ ദൈവം തൻ്റെ സന്നിധിയിലേക്ക് വിളിച്ച് വേർതിരിച്ചു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാരുടെ നിരയിൽ പ്രിയ ദൈവദാസിയെ കാണാം എന്നുള്ള പ്രത്യാശയോടെ യാത്ര പറയുവാൻ സർവകൃപാലുവായ ദൈവം കൃപ ചെയ്ത് സഹായിക്കട്ടെ. നല്ല പ്രത്യാശയുടെ വാക്കുകൾ, നല്ല സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ കഴിഞ്ഞല്ലോ. പ്രിയ കുഞ്ഞുങ്ങളെ,
കർത്താവ് തൻ്റെ ശുശ്രൂഷ തികച്ചു കഴിയുമ്പോൾ പ്രിയ ശിഷ്യഗണങ്ങളെയും വിട്ടുപോകുന്ന സന്ദർഭത്തിൽ തൻ്റെ അന്ത്യ പ്രഭാഷണത്തിൻ്റെ ആരംഭത്തിൽ ഇങ്ങനെ ഓർപ്പിച്ചു: നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. വാത്സല്യ മാതാവ് നിങ്ങൾക്ക് കാണിച്ചു തന്ന മാതൃക തുടരുവാൻ സർവകൃപാലുവായ ദൈവം കൃപ ചെയ്ത് സഹായിക്കട്ടെ എന്ന് ദൈവസന്നിധിയിൽ ഓർപ്പിച്ച് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ കറുകച്ചാൽ സെൻട്രലിലെ പ്രസ്ബിറ്ററി കൗൺസിൽ, അതോടൊപ്പം തന്നെ 29 സഭാ ശുശ്രൂഷകന്മാർ, 5 പൊതു ശുശ്രൂഷകർ, ഈ പ്രിയപ്പെട്ട എല്ലാവരുടെയും പ്രത്യാശയുടെ വാക്കുകൾ ഈ തരുണത്തിൽ അറിയിക്കുന്നു. നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചു പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ ഞങ്ങളുടെ രഹസ്യ പാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയാൽ 80 സംവത്സരം. അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിന്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാണ് ഞങ്ങൾ. ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവേ, മടങ്ങി വരണമേ. എത്രത്തോളം താമസം, അടിയങ്ങളോട് സഹതാപം തോന്നണമേ. കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെ ഞങ്ങൾ ഘോഷിച്ച് ആനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്ക് തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്കും നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്കും നിന്റെ മഹത്വം വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേൽ ഇരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതെ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. പ്രത്യാശയോടെ ഗാനങ്ങൾ പാടാം. ദൈവത്തെ സ്തോത്രം. തമ്മിൽ തമ്മിൽ കാണും ശുദ്ധന്മാർ വാനത്തിൽ കൂടകോടികളും തേജസ്സിൽ. തമ്മിൽ തമ്മിൽ കാണും ശുദ്ധന്മാർ വാനത്തിൽ കൂടകോടികളും തേജസ്സിൽ. സർവാംഗസുന്ദരൻ ആകുവൻ പ്രിയനേ, സർവാംഗസുന്ദരൻ ആകുവൻ പ്രിയനേ. കാണുമതിൽ മധ്യേഴയും, കാണുമതിൽ മധ്യേഴയും ചേർന്ന് പാടി പ്രത്യാശയോടെ അങ്ങനെ കാണുവാനാതിവാണ് ഇല്ല പ്രത്യാശ മറ്റൊന്നിലും. കാന്തനെ കാണുവാനാതിവാണ് ഇല്ല പ്രത്യാശ മറ്റൊന്നിലും. നിന്റെ മക്കളുടേതായ എല്ലാ ഭാരങ്ങളെയും അങ്ങ് ദൂരീകരിക്കുന്ന കൃപകൾക്കായി സ്തോത്രം കർത്താവേ. വരും ദിവസങ്ങളിൽ കർത്താവിൽ ആശ്വാസം കണ്ടെത്തുവാൻ നിന്റെ മക്കളെ അങ്ങ് സഹായിക്കുമാറാകണമേ കർത്താവേ. ഹല്ലേലൂയ. തുടർന്നുള്ള ശുശ്രൂഷകളെ, ഇതുവരെയും നടന്ന ശുശ്രൂഷകളിൽ ദൈവത്തിൻ്റെ കൃപ കൂടിയിരുന്നു. പ്രകൃതിയെ ഞങ്ങൾക്ക് അനുകൂലമാക്കി തന്നു. തുടർന്നുള്ള ശുശ്രൂഷകളിലും ദൈവത്തിൻ്റെ കൃപ കൂടിയിരുന്നാട്ട് കർത്താവേ. ഞങ്ങൾ പ്രിയ ഭവനത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുക മാത്രമല്ല, നിന്റെ മക്കളോട് ചേർന്ന് നിന്നുകൊണ്ട് ഹല്ലേലൂയ നിന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു കർത്താവേ. വിഷയങ്ങളുടെ മേൽ അങ്ങ് പ്രവർത്തിച്ചാട്ട് ഞങ്ങളുടെ ഹല്ലേലൂയ എല്ലാ ഹല്ലേലൂയ ദുഃഖങ്ങളിലും അങ്ങ് ആശ്വാസം പകർന്നാട്ട്. പ്രാർത്ഥന കേട്ടതിനായി നന്ദി കർത്താവേ. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ആശ്വാസവും ബലവും കൽപ്പിച്ചാട്ട് കൃപ കൂടിയിരുന്നാട്ട്. തുടർന്നുള്ള ശുശ്രൂഷയിൽ ദൈവത്തിൻ്റെ ഹല്ലേലൂയ വലിയ സാന്നിധ്യവും കൃപയും കൂടിയിരുന്നാട്ട്. യേശു രക്ഷകന്റെ ധന്യനാമത്തിൽ തന്നെ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിന്റെ ദിവ്യമായിട്ടുള്ള സമാധാനവും സന്തോഷവും നമ്മോട് പ്രാർത്ഥിച്ച കാര്യങ്ങളോടും ദുഃഖാർത്ഥരായിരിക്കുന്ന കുടുംബാംഗങ്ങളോടും അനന്തരം നടക്കുന്ന ശുശ്രൂഷയോടും കൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഈ ദുഃഖഭവനത്തിലും നമുക്ക് പ്രത്യാശ തരുന്ന കർത്താവിനെ കൈകൾ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. വഴിയുടെ യാത്രാ വിവരം ഇപ്പോൾ സെക്രട്ടറി അറിയിക്കും. ഇന്ന് പകലിൽ പ്രിയമറി കുട്ടിമാമയുടെ വേർപാടിനോടുള്ള ബന്ധത്തിൽ റോബിൻസിന് പറയുവാൻ കഴിയാഞ്ഞതുകൊണ്ട് ഞാനൊരു വാക്കിൽ
ആ പ്രിയ ഭവനത്തിന് വേണ്ടി ഈ കുടുംബത്തിൽ കടന്നു വന്ന ആശ്വാസവാക്കുകൾ അറിയിച്ച കർത്താവിൻ്റെ വിലയേറിയ അഭിഷക്ത കർത്തൃദാസന്മാർ, അവരെ സ്നേഹിച്ച കർത്തൃദാസന്മാർ, സഭയുടെ മുൻ ശുശ്രൂഷകരായിരുന്ന കർത്തൃദാസന്മാർ, കറുകച്ചാൽ സെൻറ്ററിൻ്റെ ശുശ്രൂഷകനായിരിക്കുന്ന പാസ്റ്റർ സാംബി ജോസഫ് അവറുകൾ, ഈ ബന്ധുക്കൾ, മിത്രങ്ങൾ, ചാർച്ചക്കാരായി ദേശത്തു നിന്ന് കടന്നു വന്ന പ്രിയപ്പെട്ടവർ, എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള നന്ദിയെ ഈ തരുണത്തിൽ പ്രിയ കുടുംബത്തിന് വേണ്ടി ഞാൻ അറിയിക്കുന്നു. അതോടെ തുടർന്ന് തന്നെ ഇപ്പോൾ നമ്മൾ സെമിത്തേരിയിലേക്കുള്ള വിലാപയാത്ര ഇവിടുന്ന് ആരംഭിക്കുകയാണല്ലോ. എല്ലാ പ്രിയപ്പെട്ടവരോടൊരു വാക്കിൽ പറയുന്നത്, നിങ്ങളെല്ലാവരും തുടർന്നുള്ള ഈ ബോഡി മുൻപോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ക്രമീകരണത്തിനായി പന്തലിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും നിങ്ങൾ വന്നിരിക്കുന്ന വാഹനങ്ങളിലേക്ക്, നിങ്ങൾ അവിടേക്കുള്ള യാത്രയ്ക്കായിട്ട് ഈ പന്തലിൽ നിന്ന് വെളിയിലേക്ക് ഒന്ന് ഇപ്പോൾ താൽക്കാലികം മാറണമെന്ന് ദൈവസ്നേഹത്തിൽ ഓർപ്പിക്കുന്നു. വാഹനം ഇല്ലാത്ത പ്രിയപ്പെട്ടവർക്ക് സെമിത്തേരിയിലേക്ക് പോകാനായിട്ട് ഇതിൻ്റെ ആ പള്ളിയുടെ കോമ്പൗണ്ടിൽ ഒരു ടെമ്പോ ട്രാവൽ ക്രമീകരിച്ചിട്ടുണ്ട്. വേണ്ടി വന്നാൽ അത് 2 പ്രാവശ്യം അത് ട്രിപ്പ് അടിക്കുന്നതായിരിക്കും. അതിലേക്ക് നിങ്ങൾ വാഹനമില്ലാത്ത പ്രിയപ്പെട്ടവർക്ക് അവിടെ ചെന്നാൽ അതിൽ യാത്ര ചെയ്ത് സെമിത്തേരിയിലേക്ക് വരുവാൻ സാധിക്കും. സെമിത്തേരിയിലേക്കുള്ള വഴി ഞാനൊന്ന് ഓർപ്പിക്കാം. ഇവിടുന്ന് നേരെ മല്ലപ്പള്ളി കവലയിൽ വന്നാൽ മല്ലപ്പള്ളിയിൽ നിന്നും തിരുവല്ലായ്ക്ക് പോകുന്ന 1 വേ റൂട്ട് ഇടത്ത് തിരിഞ്ഞ് തിരുവല്ലായ്ക്ക് പോകുന്ന റൂട്ടിൽ ഏകദേശം 2 കിലോമീറ്റർ വന്നു കഴിയുമ്പോൾ മൂശാരി കവലയിൽ നിന്നും വലത്തോട്ട് തിരിഞ്ഞ് അച്ഛൻ്റെ സ്കൂളിലോട്ട് പോകുന്ന വലത്തോട്ട് തിരിഞ്ഞുള്ള വഴി വരുമ്പോൾ ഒരു ട്രാൻസ്ഫോമർ ഉണ്ട്, അതിനോട് ചേർന്ന് ഉള്ള ഒരു വഴിയാണ് സെമിത്തേരിയിലേക്കുള്ളത്. അതുകൊണ്ട് അവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. വഴിക്ക് വലിയ ഇടയുള്ള സ്ഥലമല്ല, നല്ല കയറ്റവും ഇറക്കമുള്ള സ്ഥലമാണ്. അതുകൊണ്ട് വാഹനങ്ങളിൽ വരുന്നവർ പാർക്ക് ചെയ്യുമ്പോൾ അത് വളരെ ശ്രദ്ധിക്കണമെന്ന് ഓർപ്പിക്കുന്നു. എല്ലാവരും അത് ഈ സമയം സഹകരിക്കുമല്ലോ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി ഓർപ്പിച്ചുകൊണ്ട് അത് എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ഈ ബോഡി കൊണ്ടുപോകാൻ വേണ്ടി ഇവിടുത്തെ കസേരകളൊന്ന് അടുക്കി വെക്കണമെന്ന് ഓർപ്പിക്കുന്നു. ദയവായി എല്ലാവരും വഴി ഒന്ന് ഒരുക്കി കൊടുക്കണമെന്ന് ഓർപ്പിക്കുന്നു. കർത്താവ് വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്, വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്. ശോഭയേറും ഒരു നാടുണ്ടത്, കാണമേ ദൂരെ വിശ്വാസത്താൽ, താതൻ വാസം നമുക്കൊരുക്കി നിൽക്കുന്നുണ്ടക്കരെ കാത്തതാ. വേഗം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്, വേഗം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്. നാമശോഭന നാട്ടിൽ പാടും വാഴ്ത്തപ്പെട്ടോരുടെ സംഗീതം, ഖേദം രോദനമങ്ങില്ലല്ലോ, നിത്യം സൗഭാഗ്യമാത്മാക്കൾക്ക്. വേഗം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്, വേഗം
സ്നേഹദാനത്തിനും നാൾക്കുനാൾ വീഴ്ച എന്നെ തരും നന്മയ്ക്കും കാഴ്ചയായി നാം സ്തോത്രം പാടും. വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്. 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 ശോഭയേറും ഒരു നാടുണ്ടത് കാണമേ ദൂരെ വിശ്വാസത്താൽ. താതൻ വാസം നമുക്കൊരുക്കി നിൽക്കുന്നുണ്ടക്കരെ കാത്തതാ. വേഗം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്. രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ബദ്ധപ്പെട്ടോടിടുന്നു. എൻ സ്വദേശം കാൺമതിനായി ബദ്ധപ്പെട്ടോടിടുന്നു. കേൾപ്പ നേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ യേശുവേ നിനക്കു സ്തോത്രം
വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. വീട്ടിലെ ചുമൽ കൊടുത്തവർ ഇവിടെ ഇനി കൊടുക്കണ്ട. ഞാൻ അടുത്ത ദൂരെ മക്കളൊക്കെ ലാസ്റ്റിൽ കൊടുക്കാം. എല്ലാവരും ഇനി കണ്ടവര് ഒന്നുകൂടെ വരണമെന്നില്ല. ഇനി കുടുംബാംഗങ്ങൾക്ക് ചുമല കൊടുക്കാം. ശാന്തമായിട്ട് പ്രത്യാശയോടാണ് നമ്മൾ നമുക്ക് മുഖം മൂടാനായിട്ട് പോവുകയാണ്. അച്ചാനും ഉണ്ട്, മോന് റോബിൻസൺ ഉണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, മക്കളുണ്ടല്ലോ. അത് ചെയ്താട്ടെ എങ്ങനെ നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ചെയ്താൽ മുമ്പ് ഞാൻ ഓർപ്പിച്ച പോലെ ഈ സ്നേഹമുള്ള മുഖം ഇവിടെ മറയപ്പെടുകയാണ്. സാരമില്ല, ഈ മുഖം നമ്മൾ എന്നേക്കും മറയപ്പെടുന്നില്ല. നമ്മൾ വീണ്ടും അമ്മച്ചിയെ കാണും, മാമയെ വീണ്ടും കാണും. ഇന്ന് സ്തോത്രം പറയട്ടെ. കാലം കഴിയുന്നു, നാളുകൾ പോയി, കർത്താവിൻ വരവും സമീപമായി. കാലം കഴിയുന്നു, നാളുകൾ പോയി, അടയ്ക്കാം. കർത്താവിൻ വരവും സമീപമായി. മഹത്വനാമത്തെ കീർത്തിപ്പാ
ഒടുവിലത്തെ ശുശ്രൂഷ എല്ലാവരും ശാന്തമായിട്ട് നിൽക്കുക. വെളിപ്പാട് 21 അധ്യായം 1 മുതലുള്ള 5 വാക്യം. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമി ഒഴിഞ്ഞുപോയി, സമുദ്രം ഇനിയില്ല. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം കർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവ സന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോട് വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും. ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ എല്ലാം തുടച്ചു കളയും.